ഗുഡ് മോർണിംഗ്. ആംബിൻ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും ബിഗസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. നമ്മുടെ എല്ലാവരും വിചാരം സെയിൽസ് എന്ന് പറഞ്ഞാൽ പലരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഏത് കമ്പനിയിലായാലും ഏത് ഫീൽഡിലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? സെയിൽസാണ്. ഒരു ഫാക്ടറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് മാനേജറായിട്ട്. കാര്യം ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് കാര്യത്തിലായാലും നമ്മൾ നിറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചു, വിൽക്കാൻ പറ്റില്ലെന്ന് വെച്ചിട്ട്. സോ ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ന് വേൾഡിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ് ആംബിൻ. അപ്പോൾ ആംബിയുടെ ഒരു പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞാണ്. ഞങ്ങളുടെ പുതിയ MD മിസ്റ്റർ രജനീഷ് ചോപ്ര വന്നിട്ട് പറഞ്ഞു, ബാക്ക് ടു ബേസിക്സ് ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരോട് നമ്മൾ പുതിയ പ്രോജക്റ്റ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അനുപമ രാധാകൃഷ്ണൻ ഉണ്ട്, ഹൗസ് വൈഫാണ്. അതുകൂടാതെ അനുപമയുടെ മോളുണ്ട് പാർവതി ആർ കൃഷ്ണ. ഷീസ് ഡൂയിങ് ഹർ BTech സെക്കൻഡ് ഇയർ. അതും എസ്പെഷ്യലി ഏറ്റവും നല്ല കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഒറിജിനൽ ഇൻ്റലിജൻസ് വേണം, അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ആംബിയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഹോം കെയർ പ്രോഡക്റ്റാണ്. ഹോം കെയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് LOC ഉണ്ട്. LOCൻ്റെ ഓൾ പർപ്പസ് ക്ലീനറാണ്. ഡിഷ് ഡ്രോപ്സ് ഉണ്ട്, പാത്രം കഴുകാനുണ്ട്, തുണി അലക്കാണ്, SH ഉണ്ട്. ഇതാണ് ബേസിക് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് പ്രത്യേകം വെച്ചാൽ ഇത് ബയോകോസ്റ്റ് ഫോർമുലയാണ്. എന്താണ് ബയോകോസ്റ്റ് ഫോർമുല? നിങ്ങൾ ചോദിക്കുക എന്താ ബയോകോസ്റ്റ് ഫോർമുല? ബയോകോസ്റ്റ് ഫോർമുല വെച്ചാൽ ഇത് പ്രോഡക്റ്റിന് 3 ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ബയോഡിഗ്രേഡബിൾ ആണ്. എന്താ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നേച്ചറിൽ അരിഞ്ഞു വെക്കും, അത് വേസ്റ്റ് ഒന്നും കിടക്കില്ല. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയിൽ തറച്ചിട്ട് വേണ്ടി എടുക്കാം. ഇതെല്ലാം ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്. അത് LOC എന്ന് പറഞ്ഞാൽ 1 liter ക്യാൻ ബി ഡൈല്യൂട്ടഡ് ടു 165 liters. അപ്പോൾ 160 പ്ലാസ്റ്റിക് ബോട്ടിൽ അവോയ്ഡ് ചെയ്യണം. വെള്ളം വെച്ച് നമ്മൾ ഇത് ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് ഈസ് ഡെർമറ്റോളജി ടെസ്റ്റ്. എന്താണ് ഡെർമറ്റോളജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഉണ്ടാകും. ഈ 3 അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് നമ്മൾ സാധാരണ പാത്രം കഴുകാനും തുണി അലക്കാനും എല്ലാം നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്നത്. അത് പ്രകൃതിക്ക് ഗുണമാണ് ദോഷമാണ്. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വെൽനെസ്സിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ 4 അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, സേഫ് ഫോർ ഫാമിലിയാണ്, പിന്നെ സ്ട്രോങ് ക്ലീനിങ് ആണ്, പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെർ യൂസ് കോസ്റ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊക്കക്കോള മേടിക്കുന്നു, കൊക്കക്കോളയ്ക്ക് ഒരു ബോട്ടിലിന് 20 രൂപ എന്ന് വെച്ചു. അതേസമയം നിങ്ങൾ ടാങ്ക് ഒരു സാധനം വാങ്ങിക്കും, അത് 200 രൂപയായിരിക്കും. പക്ഷേ അത് നമുക്ക് ചെറിയ സ്പൂൺ എടുത്ത് ഡൈലൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ കുറച്ച് മതി വാങ്ങിക്കുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവാണ്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായി നല്ല പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാനുള്ള ഒരു ഇതാണ്. ആംബിക്ക് ഹോം കെയർ കൂടാതെ പേഴ്സണൽ കെയർ സെഗ്മെൻ്റ് ഉണ്ട്. അതും എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സാണ്. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ട്. ബ്യൂട്ടി പ്രോഡക്റ്റ്സ് 2 സെഗ്മെൻ്റ് ഉണ്ട്. പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്, ആർട്ടിസ്റ്റ് എന്ന് പറയും, പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് 35 years വരെ ഉണ്ട്. പിന്നെ അതുകൂടാതെ വി ഹാവ് ഗോട്ട് ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ വേൾഡ്സ് നമ്പർ 1 ഹെൽത്ത് പ്രോഡക്റ്റ്സാണ്, സപ്ലിമെൻറ്റ്സാണ്. പിന്നെ നമുക്ക് ആംബിയുടെ കുക്കിംഗ് റേഞ്ച് ഉണ്ട്. ഈ കുക്കിംഗ് റേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് പ്രകൃതിക്ക് ദോഷം കൂടാതെ മനുഷ്യർക്ക് ദോഷം കൂടാതെ വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടാതെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പിന്നെ എയർ പ്യൂരിഫയർ ഉണ്ട്, കാർബൺ പ്യൂരിഫയർ, ലോട്ട് ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളോട് കുറച്ച് ഡെമോ കാണിക്കാൻ പോകാം. സിംഗിൾ സ്മോൾ ഡെമോ. മോളൊന്നും കഴിച്ച് മോളിൽ നിന്ന് ഒരു സ്പൂൺ, ആ സ്പൂണിൽ നിന്ന് ഒരു സ്പൂൺ സോപ്പ് പൗഡർ അതിൻ്റെ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ തുണി അലക്കാനുള്ള സാധനമാണ്, അത് തുണി അലക്കാണ്, അത് സോപ്പ് പൗഡറാണ്. ഇത് കണ്ടോ, ചെറിയ നീല കളറാണ്. ഈ 2ലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, 2ലേക്ക് ഒരു ഹാഫ് പാത്രം വെള്ളം ഒഴിച്ചു. ഇനി 2ലും 1/2 സ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചെറിയ സ്പൂൺ കുറച്ചിട്ടാണ്.
അത്ര നേരം വെക്കുക. ഇനി താനൊന്നത് കലക്കും. ഇത് അനുപമ രാധാകൃഷ്ണൻ ഒന്ന് കലക്കും. എന്തുകൊണ്ടാണ് സർഫാണ് സർഫ് ഉപയോഗിച്ച് കലക്കിയ സാധനം ചുവന്ന കളറും മറ്റൊരു ഉപയോഗിച്ച് മഞ്ഞ കളറും അല്ലേ? ആക്ച്വലി ഇറ്റ് ഈസ് ഹൈലി ആൽക്കലൈൻ. എന്താണ് ഹൈലി ആൽക്കലൈൻ? അതായത് pH വാല്യൂ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത് പ്രകൃതിക്ക് വേണ്ടി പ്രകൃതിക്ക് ദോഷമാണ്. നമ്മൾ സ്കിന്നിന് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ചോദിച്ചിലും കുറച്ചിലേക്ക് വരും. ചിലർക്ക് സ്കിൻ അലർജി ഉണ്ടാവും ബിക്കോസ് ഈ ഇതിലുള്ളതാണ്. ഇത് ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയും. ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെറുതെ വെയിറ്റ് കിട്ടാൻ വേണ്ടി, ശരിക്കും സർഫെന്ന സാധനമാണ് വാഷിങ്ങിന് വേണ്ടത്. അതിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ അതില്ല. പിന്നെ ഇതിന് വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീൻ തുരുമ്പ് പിടിക്കില്ല. കാര്യം ഇതിനകത്ത് ആൻറ്റി കോറോസീവ് ഏജന്റ്. വാഷിംഗ് മെഷീനൊക്കെ എൻ്റെ രണ്ട് മൂന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഹു ആർ ആക്ച്വലി റിപ്പയറിംഗ് ദീസ് വാഷിംഗ് മെഷീനാണ്. അവരെപ്പോഴും പറയും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ തുറന്നു കഴിഞ്ഞാൽ വൃത്തികേട് ഉണ്ടാവില്ല. ഇനി ഇത് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, there is a small business opportunity. സ്മോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യയാണ്. അതുകൂടാതെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക അല്ലേ? ഇനി നമ്മൾ പഠിക്കുക ജോലിക്ക് പോകാമെന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് എല്ലാവരും സെൽഫ് എൻ്റർപ്രണർഷിപ്പ് തുടങ്ങും. ആ സെൽഫ് എൻ്റർപ്രണർഷിപ്പിൽ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുക. ഒരു 10,000 റുപ്പീസിൻ്റെ പ്രോഡക്ട്സ് ഒരു മാസം കൊണ്ട് സെല് ചെയ്യാൻ താല്പര്യമുള്ളൂ. സെൽഫ് യൂസ് ആൻഡ് സെയിൽസ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 3 മാസം കഴിയുമ്പോൾ സാധാരണ അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് 18% ഡിസ്കൗണ്ട് കിട്ടും. അതുകൂടാതെ 3 മാസം കഴിയുമ്പോൾ അവർക്കൊരു 2,000 റുപ്പീസ് അവരുടെ അക്കൗണ്ടിലേക്ക് വരും. 6 മാസം കഴിയുമ്പോൾ 5,000 വരും. 9 മാസം കഴിയുമ്പോൾ 8,000 വരും. 12 മാസം കഴിയുമ്പോൾ ടോട്ടൽ 20,000 റുപ്പീസ് കിട്ടും. ടോട്ടൽ ഒരു വർഷം കൊണ്ട് അഡീഷണൽ ആയിട്ട്. അതെന്തിനാണെന്ന് എൻ്റർപ്രൈസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, ഇഷ്ടപ്പെട്ട റെക്കമെൻഡ് ചെയ്യാൻ മാത്രം. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി തന്നെ വെച്ചാൽ ഈ വ്യക്തി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, പഠിച്ചു, റെക്കമെൻഡ് ചെയ്തു. ഇപ്പോൾ തൻ്റെ പാർവതിയുടെ ഫ്രണ്ട് ഇവരുടെ സ്റ്റുഡൻറ്റ് അമേരിക്കയിലൊക്കെ കണ്ടമാനം സ്റ്റുഡൻസ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കർത്താന്ന് ഒരാൾ മലയാളി അവിടെ പ്ലാറ്റിനമാണ് അമേരിക്കയിൽ. പുള്ളി ആകെ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ മാത്രം സ്റ്റുഡൻസ് ബിസിനസ് ചെയ്യും. അതായത് അവർ പാർട്ട് ടൈമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കും, പ്രോഡക്റ്റ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ താഴെ കൺസ്യൂമേഴ്സിനുണ്ടാക്കാം. അങ്ങനെ ഒരു 10 പേര് നിങ്ങളുടെ താഴെ 10,000 രൂപ ബിസിനസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആ 10 × 10,000 1 lakh പ്ലസ് സംതിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഗീവ്സ് യു വോളിയം ഇൻസെൻറ്റീവ്. ഓരോ വോളിയത്തിനും നിങ്ങൾക്ക് അഡീഷണൽ ഇൻസെൻറ്റീവ് കിട്ടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് സ്റ്റേജ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യും. എന്താണ് പാസീവ് ഇൻകം? ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു, പണിയെടുക്കുന്നു, പൈസ കിട്ടുന്നു. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഫാദർ കട നടത്തുന്നു, അവിടെ പോയി ഇരിക്കുന്നു, കാലത്ത് വൈകുന്നേരം വരെ ഇരിക്കുന്നു, പ്രോഡക്റ്റ് വിൽക്കുന്നു, പ്രോഫിറ്റ് കിട്ടും. അതേസമയം നിങ്ങളൊരു 3 വീട് വാടകയ്ക്ക് കൊടുക്കണം. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കും, എന്ത് സംഭവിക്കും? അതിൻ്റെ ഇൻകം കിട്ടും. അല്ലെങ്കിൽ വലിയ FD കിട്ടുന്നുണ്ട്, ഒരു 10 കോടി രൂപ FD കിട്ടുന്നുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അത് പാസീവ് ഇൻകം. പക്ഷേ ആക്റ്റീവ് ഇൻകം. ആക്റ്റീവ് ഇൻകത്തിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പണിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നു. പാസീവ് ഇൻകത്തിന് അതില്ല. നമുക്ക് എല്ലാവരും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ തയ്യാറുള്ള ആരായാലും ശരി, വി ആർ ദെയർ ഓർ ഐ ആം ദെയർ ടു ഹെൽപ്പ് ദം. എൻ്റെ ടീമാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും, അവരെ മെൻറ്റർഷിപ്പ് ചെയ്യും, അവരെ പഠിപ്പിച്ച് അവരെ ഒരു ലെവലിലെത്തിക്കും. പ്രൊവൈഡഡ് ദേ ആർ റെഡി ടു ഡു. ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ലൈഫ്. എല്ലാ ദിവസവും കാലത്ത് 5:50 ഇന്ന് കാലത്തുകൊണ്ട് ഞാൻ ചെയ്തു 52 ലെസൺസ് ഓഫ് ലൈഫ്. 10 മിനിറ്റ് 15 മിനിറ്റ് കാലത്ത് തന്നെ നമ്മൾ പോസിറ്റിവിറ്റി നമ്മുടെ ബ്രെയിനിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ 2 പേർക്കും കൂടുതൽ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാനായിട്ട്
ഇവിടെ പ്രോഡക്റ്റ് ട്രെയിനിങ് ഗൈഡുണ്ട്, പ്രോഡക്റ്റ് ലീഫ്ലെറ്റ്സ് ഉണ്ട്, പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത് അറിയാനുള്ള ഗൈഡുണ്ട്. എന്ത് വേണമെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ വണ്ടർഫുൾ ടൈം, വണ്ടർഫുൾ ഡേ. അനദർ തിങ്, നിങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടില്ലേ, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. നല്ല പ്രോഡക്റ്റ്സ് ആണ്. കോസ്റ്റ്ലി ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കോസ്റ്റ്ലി ആണ്, പെട്ടെന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ അത് വളരെ എഫക്റ്റീവാണ്. ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്നത് 3 മാസം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. പ്രോഡക്റ്റ് പറയാണ്ട് വൃത്തിയില്ല. അലർജിക്കുള്ള ഞാൻ ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗുളികളൊക്കെ ന്യൂട്രിലൈറ്റൊക്കെ ഉപയോഗിച്ചിരുന്നു. ക്യാഷിന്റെ പ്രശ്നമാണല്ലോ, ഹൈലി ആണെന്നുള്ളൊരു പ്രശ്നം അത് നിർത്തിയേക്ക് വേണമെന്നുള്ളൂ. അതല്ല, ഈ ന്യൂട്രിലൈറ്റിന് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അയൺ ഫോളിക്. നമ്മുടെ അയൺ ഫോളിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് പിടിക്കില്ല, അത് നാച്ചുറലാണ്. വയറിന് പ്രശ്നമുണ്ടാകും. കാൽഷ്യം, ഒരു ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡി ഈ ഒരു ഓപ്പറേഷൻ നടത്തി ഇവിടെ ഒരു നെർവ് കെട്ടി അറിയാതെ. അപ്പോൾ അതിന് ഒരു ദിവസം 8 കാൽഷ്യം ഗുളിക കഴിക്കും. അപ്പോൾ കടയുടെ കാൽഷ്യം മേടിക്കുമ്പോൾ വലിയ ആനയ്ക്ക് കൊടുക്കുന്ന ഗുളിവാരി ഗുളിക കിട്ടും. അപ്പോൾ അതിൻ്റെ വയറിന് പ്രശ്നമുണ്ടാകും. നമ്മുടെ കാൽഷ്യം എന്ന് പറഞ്ഞാൽ ആൽഗേന്ന് എടുക്കണം. ആൽഗേന്ന് എടുക്കുന്നതായിട്ട് നാച്ചുറലാണ്. ആ കുട്ടി അവർക്ക് 6 എണ്ണം എടുക്കണം. അപ്പോൾ ഞങ്ങൾ പറയും സാറിൻ്റെ കാൽഷ്യം പറ്റുള്ളൂ സാറേ, മറ്റേ കഴിച്ചാൽ പറ്റില്ല. അപ്പോൾ പ്രോഡക്റ്റ്സ് എല്ലാം എക്സലൻ്റ് ആണ്, നാച്ചുറലാണ്, പെർ യൂസ് പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മൾട്ടി വിറ്റാമിൻ, അത് 13 വിറ്റാമിനും 11 മിനറൽസും ഉണ്ട്. അതിന് കോസ്റ്റ് ഒരു 20 രൂപയാണ് ഒരു ടാബ്ലറ്റ്. ഒരു ടാബ്ലറ്റിന് 20 രൂപ എന്ന് പറയുമ്പോൾ ഇന്നൊരു ചായ ഒരു കാപ്പ് കുടിക്കുന്ന എത്ര വേണം? 20 രൂപ വേണ്ടേ? അപ്പോൾ കുറച്ച് ബുദ്ധിയുള്ളവർ എന്തെന്ന് വെച്ചാൽ ഇതേ ടേക്ക് 1 മൾട്ടി വിറ്റാമിൻ എ. അതുമാതിരി omega-3 നമ്മൾ സാൽമൺ ഫിഷിൽ നിന്ന് എടുക്കുന്നതാണ്. എല്ലാവർക്കും നീർക്കെട്ടൊക്കെയാണ് ബോഡിയിൽ. ഇപ്പോൾ omega-3 ആണ് ഏറ്റവും നല്ല ഹാർട്ട് പ്രൊട്ടക്റ്റീവ്, നീർക്കെട്ട് മാറ്റും. ഒരു omega-3ക്ക് വിറ്റ് കോസ്റ്റ് 20 rupees. നിങ്ങൾ കമ്പയർ ചെയ്യും, ഒരു മസാല ദോശ കഴിക്കുമ്പോൾ എത്രയോ, ഒരു ഹോട്ടലിൽ കഴിക്കുമ്പോൾ എത്രയോ, എന്നിട്ട് കുറച്ച് നമ്മൾ ഉപയോഗമാണ് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഹിയർ. Be an entrepreneur with us. Thank you.